ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു ജാങ്കോ വ്ളോഗ്സ്. നമ്മളിപ്പോൾ മലേഷ്യൻ സീരീസിലെ ആദ്യത്തെ വീഡിയോ ആണ് നമ്മളിത് ഇറക്കുന്നത്. നമ്മളിന്ന് കുറച്ച് ചൈനീസ് ഫുഡൊക്കെ എക്സ്പ്ലോർ ചെയ്യാൻ വേണ്ടി ഇറങ്ങിയതായിരുന്നു. നമ്മളപ്പം തമഞ്ചയ എന്നുള്ള മെട്രോ സ്റ്റേഷനിലാണ് നമ്മൾ ഇപ്പം നിൽക്കുന്നത്. ഇവിടുന്ന് മെട്രോയിലാണ് നമ്മൾ പോകുന്നത്. നമ്മളിവിടുന്ന് ബുക്തിക് പിങ്താങ്ങിലാക്കണം നമ്മൾ പോകുന്നത്. അപ്പോൾ തമഞ്ചയിൽ നിന്നും ഇവിടുന്ന് ഡയറക്റ്റ് നമുക്ക് മെട്രോ ഉണ്ട്. KL പോയിട്ട് നമുക്ക് അവിടുന്ന് മോണോ റെയിലാണ് നമുക്ക് പോകേണ്ടത്. അപ്പോൾ ഇവിടുന്ന് നമ്മൾ ആദ്യം KL സെൻട്രൽ എന്ന മെട്രോ സ്റ്റേഷനിൽ പോയിട്ട് അവിടെ നിന്ന് മോണോ റെയിലേക്ക് നമുക്ക് ചേഞ്ച് ചെയ്യാവുന്നതാണ്. അപ്പോൾ നമ്മൾ ഇവിടുന്ന് ആദ്യം KL പോകാനായിട്ടുള്ള ടിക്കറ്റ് എടുക്കുകയാണ്. ഇവിടെ നമ്മൾ മെട്രോന് കോയിൻസ് ആണ് ഇവിടെ സാധാരണ വരാറ്. ഞാൻ മുമ്പ് വന്നിട്ടുള്ളതും മെട്രോയിൽ ട്രാവൽ ചെയ്തിട്ടുള്ളതാണ്. ഇവിടെ നമുക്ക് ബൈ ക്യാഷ് യൂസ് ചെയ്തിട്ട് തന്നെ എവിടേക്കാണോ പോകേണ്ടത് അവിടേക്കുള്ള ടിക്കറ്റ് നമുക്ക് എടുക്കാവുന്നതാണ് ഈ ടിക്കറ്റ് മെഷീനിൽ നിന്ന്. അങ്ങനെ ഞങ്ങൾ ടിക്കറ്റെല്ലാം എടുക്കാൻ വേണ്ടി ക്യാഷൊക്കെ ഇട്ടു. 2 പേർക്കുള്ള സെലക്ഷനെല്ലാം ചെയ്ത് അതിൻ്റെ ചാർജ് വന്നിട്ടുണ്ടായി. 10 റിംഗിറ്റ് സംതിങ് എന്തായിരുന്നു വന്നത്. പ്ലീസ് വെയിറ്റ്, ടോക്കൺ വന്നു. 2 ടോക്കണാണ് വന്നത്. അതിൻ്റെ ബാലൻസ് ചേഞ്ചും നമുക്ക് അവിടെ തന്നെ കിട്ടുന്നതാണ്. ഞങ്ങളങ്ങനെ ചേഞ്ചൊക്കെ കളക്ട് ചെയ്തു. സോ മെട്രോ സ്റ്റേഷനിലോട്ട് എൻട്രി ചെയ്യാൻ പോവുകയാണ്. പോകുമ്പോൾ തന്നെ നല്ല എക്സൈറ്റ്മെൻ്റ് ആണ്. ഇത് എൻ്റെ കൂടെ ഉള്ളത് ഞാൻ ഇൻട്രൊഡ്യൂസ് ചെയ്തില്ല. ഇതെൻ്റെ ബ്രദറാണ്, പേര് വെങ്കട്ട്. പുള്ളിയാണ് എൻ്റെ ഈ ട്രിപ്പ് മലേഷ്യൻ ട്രിപ്പ് ഫുൾ സ്പോൺസർ ചെയ്തേക്കുന്നത് കേട്ടോ. പുള്ളി ബ്രദർ ആസ് മൈ ഗുഡ് ഫ്രണ്ട്. പുള്ളിയാണ് എപ്പോഴും എന്നെ കട്ടായി സപ്പോർട്ട് ചെയ്യാറ്. സോ പുള്ളി അപ്പം നീ പോകാം, നമുക്കിന്ന് ചൈനീസ് ഫുഡ് കുറച്ച് ടേസ്റ്റ് ചെയ്യാം, നമുക്കിഷ്ടമുള്ള ടേസ്റ്റ് ചെയ്യാമെന്ന് പറഞ്ഞിട്ടാണ് പോകുന്നത്. നമ്മൾ പോകുന്ന സ്ഥലം കേട്ടോ ഇത്. ഇങ്ങോട്ടാണ് നമ്മൾ പോകുന്നത്. MR6 മോണോ റെയിലാണ് നമുക്ക് ഇങ്ങോട്ട് പോകാൻ കഴിയുക. നമുക്കുള്ള ട്രെയിൻ വന്നു. നമ്മൾ നേരെ പോയി KL പോയി KL നിന്നും മോണോ റെയിലിൽ നമ്മൾ ബുക്തിക് പിങ്താങ് പോകും. സോ മെട്രോ ഒന്ന് സ്റ്റോപ്പ് ചെയ്തു. ഡോർ തുറന്നു. ഞങ്ങൾ കയറി. വലിയ റഷൊന്നും ഉണ്ടായിരുന്നില്ല, സീറ്റ് ഉണ്ടായിരുന്നു. കയറി ഞങ്ങൾക്ക് സീറ്റ് കിട്ടി. കയറി വഴിക്ക് പുള്ളി അവിടെ ഇരുന്നു, ഞാനും തൊട്ടടുത്ത് തന്നെ ഇരുന്നു. ഞങ്ങളങ്ങനെ അവിടെ ഇറങ്ങി, KL ഇറങ്ങി, മോണോ റെയിലൊക്കെ എടുത്ത് ബുക്തിക് പിങ്താങ്ങിൽ നമ്മളെത്തി വഴി ഇതാണ്. നമ്മൾ അതിൽ എക്സിറ്റിലേക്ക് പോകുന്ന വഴിയാണത്. നല്ലൊരു ഈവനിങ് തന്നെയായിരുന്നു. ഞങ്ങളൊരു ഈവനിങ് ടൈമിലാട്ടോ ഇറങ്ങിയത്. ഞങ്ങളിറങ്ങി അങ്ങോട്ട് പോകുന്ന വഴി തന്നെയാണ് നല്ല കാഴ്ചകളും. ഒരു മലേഷ്യ എന്ന് പറയുമ്പോൾ തന്നെ അറിയാം, ഒരു ടൂറിസ്റ്റ് പ്ലേസ് ആണല്ലോ. ടൂറിസ്റ്റിനെ ആകർഷിക്കാൻ വേണ്ടി ഒരുപാട് കാര്യങ്ങളിവിടെ ഉണ്ട്. ഞങ്ങളങ്ങനെ ജസ്റ്റ് മെട്രോ സ്റ്റേഷനിൽ താഴെ ഇറങ്ങി ആ സ്ട്രീറ്റിലൂടെ നടക്കാൻ തുടങ്ങി. നമ്മുടെ ടാർഗറ്റ് ചൈനീസ് ഫുഡുകളാണ്. തുടക്കം തന്നെ ഒരു സംഭവം കണ്ടു, മാംഗോ ജ്യൂസ്. പക്ഷെ ഞാൻ എന്നെ ഇവിടെ ശ്രദ്ധിക്കാൻ കാരണം ഇവിടെ ചിക്കൻ്റെ എന്തൊക്കെയൊക്കെയോ ഐറ്റംസ് വെച്ചിട്ടുണ്ട്. എനിക്കിതിൻ്റെ പേരൊന്നും അറിയാത്തതുകൊണ്ട് ഞാൻ അവിടെ അധികം നിന്നില്ല, അങ്ങോട്ട് മാറി. കണ്ടപ്പോൾ തന്നെ ഒരു വെറൈറ്റി എന്തൊക്കെയൊക്കെയോ സാധനങ്ങളാണെന്ന് മനസ്സിലായി. പക്ഷെ എൻ്റെ ലക്ഷ്യം ഇവിടുത്തെ ഫുഡ് മാർക്കറ്റായിരുന്നു. ഇവിടുത്തെ ഡുരിയാൻ, മലേഷ്യൻ നാഷണൽ ഫ്രൂട്ടാണ് ഈ ഡുരിയാൻ. ഇതുവരെ ഞാനിത് ടേസ്റ്റ് ചെയ്തിട്ടില്ല. ഇതിനെ കുറിച്ച് ഞാൻ കേട്ടിട്ടുണ്ട്, ഇതിന് ഭയങ്കര സ്മെല്ലാന്ന് കേട്ടിട്ടുണ്ട്. ഈ സ്മെല്ല് നമ്മൾ കേട്ടാൽ തന്നെ ആ സ്മെല്ലിൻ്റെ നമുക്ക് ആർക്കും അങ്ങനെ അക്സെപ്റ്റ് ചെയ്യാൻ കഴിയാത്ത സ്മെല്ലാണെന്നാണ് പറഞ്ഞിട്ടേക്കുന്നത്. സോ എനിക്കൊരു ഒന്ന് ട്രൈ ചെയ്യണമെന്നുണ്ടായിരുന്നു. എന്താണ് ഈ സ്മെല്ലുള്ള സാധനം കഴിക്കാൻ ഇത്രയും ഡിമാൻഡ്? പിന്നെ ഈ കൺട്രിയുടെ നാഷണൽ ഫ്രൂട്ട് കൂടിയാണല്ലോ. അപ്പോൾ ഞാൻ പുള്ളിയുടെ അടുത്ത് പറഞ്ഞു നമുക്ക് ഡുരിയാൻ ട്രൈ ചെയ്യാം. പുള്ളി ഓൾറെഡി കഴിച്ചിട്ടുള്ള കേട്ടോ, പുള്ളിയുടെ ഫേവറേറ്റ് ഫ്രൂട്ടാണെന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ ഡുരിയാനും പിന്നെ കൂടെ മാംഗോസ്ട്രീൻ എൻ്റെ ഫേവറേറ്റ് ഫ്രൂട്ടാണ്. സോ കുറച്ച് മാംഗോസ്റ്റിനും നമ്മളൊരു ഡുരിയാനാണ് പറഞ്ഞത്. ഡുരിയാൻ എനിക്ക് ടേസ്റ്റ് ചെയ്യാൻ വേണ്ടി മാത്രമാണ് ഞാൻ പറഞ്ഞത്. അപ്പം ഇവിടെ ഓൾറെഡി അവർ പാക്കറ്റാക്കി വെച്ചിട്ടുണ്ട്, 4 പീസസ്. അതായത് ഒരു ഡുരിയാനിൽ നമുക്ക് ഏകദേശം ഇത്രയൊക്കെ പീസൊക്കെ കിട്ടുള്ളൂ. 4 to 6 പീസൊക്കെയാണ് മാക്സിമം വലിയ ഡുരിയാനിൽ നമുക്ക് കിട്ടുക. അങ്ങനെ ഒരു പീസ് ഇവർ ഓൾറെഡി എടുത്ത് വെച്ചിട്ടുണ്ട്. സോ നമുക്ക് അങ്ങനെ പർച്ചേസ് ചെയ്യാം. നമുക്ക് ഒരു ഡുരിയാൻ വേണമെങ്കിലും വാങ്ങിച്ച് കൊണ്ടുപോകാവുന്നതാണ്. അങ്ങനെ ഇവിടുത്തെ കിട്ടും. നമുക്കല്ലാതെ ലൈക്ക് അവർ നമുക്ക് ക്ലീൻ ചെയ്യാനൊന്നും നിൽക്കേണ്ട കാര്യമില്ല.
ഇവിടുന്ന് തന്നെ നമുക്ക് ക്ലീൻ ചെയ്ത് ഒരു പാക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടാവും. അതിനോരോ വെയ്റ്റിനനുസരിച്ചുള്ള റേറ്റും ഉണ്ടാവും. ഇതിപ്പോൾ ഓൾമോസ്റ്റ് നമ്മളൊരു 25 RMൻ്റെ ഒരു ചെറിയ പാക്കറ്റാണ് നമ്മൾ വാങ്ങിച്ചുകൊണ്ടിരിക്കുന്നത്. പിന്നെ കുറച്ച് മാംഗോസ്റ്റിനും വാങ്ങിച്ചത്. അപ്പം ഡുരിയാൻ ആദ്യമായി കഴിക്കാൻ പോണതിൻ്റെ ഒരു എക്സൈറ്റ്മെൻറ്റ് ഉണ്ടായിരുന്നു കേട്ടോ. പുള്ളിക്ക് അതുണ്ടായിരുന്നു, കാരണം പുള്ളി ഓൾറെഡി കഴിച്ചിട്ടുള്ളതാണ് ഇതിൻ്റെ സ്മെല്ല് എന്നുള്ളൊരു ഇത്. ഞാനപ്പോൾ അത് പുള്ളി വേറൊരു ഡുരിയാൻ ഇവിടെ ബാക്കിൽ അതിൻ്റെ സൈഡിൽ തന്നെ ഇരുന്ന് ഇവർ കട്ട് ചെയ്യുന്നുണ്ട്. കട്ട് ചെയ്തിട്ട് ഈ പാക്കറ്റ് ആക്കാൻ വേണ്ടിയിട്ട് അവർ കട്ട് ചെയ്യുന്നുണ്ട്. സോ ഒന്ന് കട്ടിങ് കാണാം എങ്ങനെയാണെന്നുള്ളത്. നല്ല രസമായിട്ട് ഇങ്ങനെ ചക്കയൊക്കെ കൊത്തുന്ന പോലെ തന്നെ അവർ കൊത്തി ജസ്റ്റ് ഇങ്ങനെ ഫ്ലവർ പോലെ വിരിയിച്ചെടുക്കുന്നുണ്ട്. സോ അതൊക്കെ കഴിഞ്ഞു. സോ ഗൈസ്, നമ്മളപ്പോൾ ഡുരിയാൻ ടേസ്റ്റ് ചെയ്യാൻ പോവാണ്. ഞാൻ ഫസ്റ്റ് ടൈം ആട്ടോ അത് ട്രൈ ചെയ്യുന്നത്. ഇതിൻ്റെ സ്മെല്ലെന്ന് പറഞ്ഞാൽ കുറച്ച് ഹെവിയാണ്. ഞാൻ ഫസ്റ്റ് ടൈം ട്രൈ ചെയ്യാൻ പോവാണ്. നമ്മൾ ട്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് മാത്രമായിട്ട് ചെറിയ പീസാണ് വാങ്ങിച്ചേക്കുന്നത്. കാണുമ്പോഴും സ്മെല്ലൊക്കെ കേടാൻ കഴിഞ്ഞാൽ നമ്മളാരും കഴിക്കില്ല. ബട്ട് ഐ വിൽ ട്രൈ. ടേസ്റ്റ് കൊള്ളാം കേട്ടോ. ടേസ്റ്റൊക്കെ നല്ല രസമുണ്ട്. സ്മെല്ല് മാത്രമേ ഒരു ബുദ്ധിമുട്ടുള്ളൂ. ടേസ്റ്റ് വൈസ് സംഭവം അടിപൊളിയാണ്. ഭയങ്കര ഹെൽത്ത് ബെനിഫിറ്റുള്ള സാധനം കേട്ടോ. ടേസ്റ്റ് വൈസ് നല്ല രസമാണ്. സ്മെല്ല് ചെയ്താലും കഴിക്കരുത്, സ്മെല്ല് ചെയ്യാതെ കഴിക്കുക. ഞാൻ സ്മെല്ല് ചെയ്തിട്ടാണ് കഴിച്ച്. ബട്ട് സ്മെല്ല് എല്ലാവർക്കും ഇഷ്ടപ്പെടണം എന്നില്ല. ബട്ട് ടേസ്റ്റ് വൈസ് അടിപൊളി സാധനമാണ്. നൈസ്. അങ്ങനെ ഞങ്ങൾ ഡുരിയാനും മാംഗോസ്റ്റിനൊക്കെ കഴിച്ച് ജസ്റ്റ് ഒന്ന് ഈ സ്ട്രീറ്റിലൂടെ നടക്കുകയാണ്. ഇതൊരു ഫുഡ് സ്ട്രീറ്റ് ആട്ടോ, പക്ക ഫുഡ് സ്ട്രീറ്റ്. തായ് ഫുഡ്, അതുപോലെ തന്നെ ബർമയിലെ ഫുഡ്, ചൈനീസ് ഫുഡ്, ഇതാണ് ഇവിടുത്തെ മെയിൻ ഹൈലൈറ്റ്. അതായത് ഇവിടെ പലതരം ഫുഡുകളുണ്ട്. ഫുഡ് കഴിക്കാൻ വേണ്ടി മാത്രമുള്ളൊരു സ്ട്രീറ്റാണ്. ഇപ്പം ഈ കാണുന്ന ടേബിളെല്ലാം എംപ്റ്റിയാണ്. കുറച്ച് നേരം കഴിഞ്ഞാൽ, അതായത് ഒന്ന് ഇരുട്ടായി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവിടെ ഭയങ്കര തിരക്കായിരിക്കും. ഭയങ്കര റഷായിരിക്കും എന്ന് പറഞ്ഞാൽ ഭയങ്കര റഷായിരിക്കും. കാരണം ഇവിടെ മോസ്റ്റ്ലി വരുന്ന എല്ലാവരും ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ടാണെന്ന് അറിയാമല്ലോ. ഫുഡ് സ്ട്രീറ്റിൽ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഫുഡാണ്. ഇവിടെ ഒരു പന്നിയൊക്കെ ഇങ്ങനെ നിർത്തി നമ്മുടെ ബൂമാങ് പുള്ളിക്കാരൻ ചെയ്യുന്ന പോലെ അവരിങ്ങനെ ഗ്രില്ലൊക്കെ അടിക്കുന്നുണ്ട്. നമ്മൾ ഇതൊന്നും ട്രൈ ചെയ്യുന്നില്ല കേട്ടോ, വേറെ ഒന്നും കൊണ്ടല്ല. ഇനിയൊന്നും എനിക്ക് കുറച്ച് ട്രൈ ചെയ്യാനുള്ള കുറച്ച് സാധനങ്ങൾ ആഗ്രഹമുണ്ട്. അതുമാത്രം ട്രൈ ചെയ്യാന്നുള്ള മൈൻഡിൽ വന്നതാണ്. പിന്നെ അവിടെ ഒരു ചേട്ടൻ, ഇവിടെ ഒരു മീഗോറിങ് എന്ന് പറയുന്ന ഒരു സംഭവമാണ്. ഒന്നുമില്ല, നമ്മുടെ നൂഡിൽസ് തന്നെയാണ്. സോ ആ നൂഡിൽസ് ഇവിടെ ഹാൻഡ് മെയ്ഡായിട്ടാണ് ഉണ്ടാക്കുന്നത്. മോസ്റ്റ്ലി മറ്റുള്ള കടകളിലൊക്കെ ഇവർ റെഡിമെയ്ഡായി പാക്കറ്റിൽ വാങ്ങുന്നതാണ്. ഇവിടെ ഇവർ നൂഡിൽസ് ഹാൻഡ് മെയ്ഡ് ആയിട്ട് ഉണ്ടാക്കിയിട്ട് അത് ബോയിൽ ചെയ്ത് അതിന് ശേഷം ഇത് ഗോറിങ്ങും അതുപോലെ സൂപ്പും ഒക്കെ ആക്കി കൊടുക്കുന്ന ഒരു ഷോപ്പാണ്. ലൈവായിട്ട് തന്നെ നൂഡിൽസൊക്കെ ഉണ്ടാക്കുന്ന അതുപോലത്തെ കുറേ തരം ഷോപ്പുകളുണ്ട്. ഈവൻ ഓരോ സാധനങ്ങൾ ബാർബിക്യാക്കി കൊടുക്കുന്നതും തായ് സ്റ്റൈലിൽ, അങ്ങനെ ഡിഫറെൻറ്റ് സ്റ്റൈലിൽ. ഇവിടെ വന്നു കഴിഞ്ഞാൽ ഫുഡിന് വേണ്ടി മാത്രം വരണം. പിന്നെ എല്ലാം ട്രൈ ചെയ്യാന്നുള്ള മൈൻഡുള്ളവർക്കൊക്കെ ഒരുപാട് ചോയ്സസ് ഉണ്ട് കേട്ടോ ട്രൈ ചെയ്യാനായിട്ട്. ഒരു ഗംഭീര സ്ഥലം, ഫുഡിന് വേണ്ടി മാത്രമുള്ള സ്ഥലം. ഈ കാണുന്ന ആൾക്കാർ മുഴുവൻ ഫുഡിന് വേണ്ടിയിട്ടാണ്. ഇവിടെ ഒരു ഡുരിയാൻ ഷോപ്പ് തന്നെയാണ്, ഒരു ഫ്രൂട്ട് ഷോപ്പ്. അതായത് സ്റ്റാർട്ടിങ്ങിലും എൻഡിലും ഇവിടെ ഈ സ്ട്രീറ്റിൻ്റെ ഫ്രൂട്ട് ഷോപ്പാണ്. ഫ്രൂട്ട് ഷോപ്പ്സും ജ്യൂസും അങ്ങനത്തെ ഐറ്റംസാണ്. അങ്ങനെ ഞങ്ങൾ വീണ്ടും ആ സ്ട്രീറ്റിലൂടെ നടക്കാൻ തുടങ്ങി. ഈ ടേബിളൊക്കെ ഇപ്പം എംപ്റ്റി ആണ്. കുറച്ച് നേരം കൂടി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഫുള്ളാവും. ഞങ്ങൾ അതിന് വേണ്ടി വെയിറ്റ് ചെയ്യാണ്. വേറെ ഒന്നുമല്ല, ഞങ്ങളിപ്പോൾ ഓൾറെഡി ഫ്രൂട്ട്സ് കഴിച്ച്, ഡുരിയാനും മാംഗോസ്റ്റിനൊക്കെ കഴിച്ച് ഫുള്ളാണ്. കുറച്ച് നേരം കഴിഞ്ഞിട്ട് നമ്മുടെ ചൈനീസ് ഫുഡിലോട്ട് കടക്കാം. നമ്മുടെ അറ്റാക്ക് അപ്പം നടത്താമെന്ന് പറഞ്ഞ് ഞാൻ കുറച്ച് നേരം റെസ്റ്റ് ചോദിച്ച് അതുവരെ അപ്പം ഒന്ന് നടന്ന് കഴിച്ചതൊക്കെ ഒന്ന് ദഹിപ്പിക്കാമെന്ന് കരുതി. ഇവിടെ പിന്നെ ഒരുപാട് ആൾക്കാരുണ്ട് കേട്ടോ, ഒരുപാട് ടൂറിസ്റ്റേഴ്സ് ഉണ്ട്. പിന്നെ ഇവിടുത്തെ കൺട്രിയിലുള്ള ആൾക്കാരുണ്ട്, അതുപോലെ ഇന്തോനേഷ്യൻസ് ഉണ്ട്, ഒരുപാട് ആൾക്കാരുണ്ട്. ഇവിടുത്തെ ലാംഗ്വേജ് മലായാണ്. എൻ്റെ ബ്രദറിന് മലായി നല്ല പോലെ അറിയാം. കാരണം പുള്ളിക്കാരൻ മലേഷ്യയിൽ ഓൾമോസ്റ്റ് 14 ഇയേഴ്സായിട്ട് ഇവിടെ തന്നെയാണ്. സോ ലാംഗ്വേജ് വൈസ് പുള്ളിക്ക് നല്ല രീതിയിൽ അറിയാവുന്നതുകൊണ്ട് വലിയ പ്രശ്നമൊന്നുമില്ല. നല്ല രീതിയിൽ നമുക്ക് മനസ്സിലാവും എന്താണ് സാധനങ്ങൾ എന്താണെന്നെല്ലാം പുള്ളി ചോദിച്ചോളും. അങ്ങനെ കുറച്ച് നേരം കഴിഞ്ഞു, ഇരുട്ടായി.
ഞങ്ങളുടെ കാര്യത്തേക്ക് കടക്കാൻ വേണ്ടി ഇറങ്ങി. സ്ട്രീറ്റെല്ലാം ബിസിയായി, ഭയങ്കര ബിസിയായി. ലൈറ്റൊക്കെ ഇട്ട് ഭയങ്കര രസമായി. ഫുൾ മ്യൂസിക്കും കാര്യങ്ങളൊക്കെയാണ്. ഞാൻ ഇവിടെ മ്യൂസിക്കും കാര്യങ്ങളൊന്നും റെക്കോർഡ് ചെയ്തില്ല, കാരണം ഫുൾ നോയ്സ് ആയതുകൊണ്ടാണ് അതൊന്നും റെക്കോർഡ് ചെയ്യാതിരുന്നത്. അങ്ങനെ ഞങ്ങൾ ഉദ്ദേശിച്ച റെസ്റ്റോറൻറ്റിലേക്ക് എത്തി. അതായത് ഈ റെസ്റ്റോറൻറ്റുകളിൽ നിന്നും നമുക്ക് വലിയ കുഴപ്പമില്ലാത്ത കഴിക്കാൻ പറ്റുന്ന കുറച്ച് ഫുഡുകളുള്ള സ്ഥലത്തെത്തി. ഇവിടെ നമ്മുടെ ക്രാബ്, അതുപോലെ ടൈഗർ പ്രോൺസ്, പിന്നെ നമ്മുടെ തെരണ്ടി, അതിനെയൊക്കെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് അവിടെ. അങ്ങനെ പല ടൈപ്പ്, അതിൻ്റെ റേറ്റ് എഴുതി വെച്ചിട്ടുണ്ട്. നമ്മൾ പറയുന്ന സാധനം അവർ കുക്ക് ചെയ്ത് തരും. ക്രാബ്, ഫിഷ്, പിന്നെ നമ്മുടെ ചിപ്പി, ഇതൊക്കെ എങ്ങനെ കഴിക്കുന്നത് എനിക്കറിയില്ല. അങ്ങനെ കുറേ സാധനം ഞാൻ കഴിക്കാറില്ല കേട്ടോ. ചിപ്പി വലിയ താല്പര്യമില്ല. ഇതൊരു പക്ക ചൈനീസ് റെസ്റ്റോറൻ്റാണ്. ഈ റെസ്റ്റോറൻ്റ് പേര് സത്യം പറഞ്ഞാൽ ഞാൻ മറന്നുപോയി. അവിടെ എവിടെയെങ്കിലുമൊക്കെ ബോർഡിൽ കാണും, അപ്പോൾ നിങ്ങളത് പോസ് ചെയ്ത് കണ്ടു നോക്കുക. പിന്നെ അതുപോലെ നമ്മുടെ കോഴിയുടെ ചിറകൊക്കെ ഇങ്ങനെ ഒരു കമ്പിയിൽ കുത്തി കയറ്റി വെച്ചിട്ടുണ്ട്. ചിറക് മാത്രം ഇവർ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. പിന്നെ കുറേ ഓപ്ഷൻസ് ഉണ്ട്. പുള്ളി പിടിക്കുന്ന ലോബ്സ്റ്റർ, ini apa lobster? Hah? Ini apa lobster? Ikan prawn. 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 Galis. Okay. Oh ini tiger prawns ah? Ini tiger prawn. Ini? Tiger itu pasama. Oh. ആശാൻ അങ്ങനെ വലിയ ഒരു ലോബ്സ്റ്ററും അതുപോലെ തന്നെ ടൈഗർ പ്രോൺസൊക്കെ ഗ്രീൻഡിയാണ്. അതിൻ്റെ കാലുകളൊക്കെ സെപ്പറേറ്റായി കട്ട് ചെയ്ത് ചൂടാക്കി എടുത്ത്. പിന്നെ ഇവിടെ ലൈവ് ഫിഷുകളുണ്ട് കേട്ടോ. ലൈവ് ഫിഷ് എന്ന് പറഞ്ഞത് നമ്മുടെ ക്രാബ്, ജീവനുള്ള ക്രാബ്. ഇതേ രണ്ടേട്ടം നടന്ന് പോണ പോക്ക് കണ്ടാ. ഇതൊക്കെ കുറച്ച് നേരം കഴിഞ്ഞാൽ ആരെങ്കിലുമൊക്കെ ടേബിളിലിരിക്കും. അതുവരെ ഒരു കയറൊക്കെ കെട്ടിയിട്ടേക്കുവാണ്. പിന്നെ നമ്മുടെ എനിക്ക് ഈ ഫിഷിനെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ഓസ്കാർ കാണാൻ നല്ല ക്യൂട്ടാണ്. ഓസ്കാർ തന്നെയാണെന്ന് വിചാരിക്കുന്നു. എനിക്ക് കണ്ടപ്പോൾ ഓസ്കാർ എന്ന് തോന്നി. ഇത് അല്ലാന്നുണ്ടെങ്കിൽ അറിയാത്തവരൊന്ന് പറയൂ കേട്ടോ, കമൻറ്റ് ബോക്സിലൊന്ന് രേഖപ്പെടുത്തു. ഇത് ലോബ്സ്റ്ററായിട്ട് എനിക്ക് തോന്നി. അങ്ങനെ നമ്മൾ എത്തി, മെനു എടുത്തു. കുറേ ഐറ്റംസ് ഉണ്ട്. എനിക്ക് എന്തായാലും ഫിഷ് ഐറ്റംസ് ട്രൈ ചെയ്യാൻ താല്പര്യമില്ല. ചിക്കൻ ട്രൈ ചെയ്യാന്നുള്ള പ്ലാനിലാണ് വന്നത്. ചേട്ടനെ കൊണ്ട് ഓർഡർ ചെയ്യാൻ പറയുന്നതായിരിക്കും ബെറ്റർ. Yam basket ah? Yam basket. Yam basket. Yam. Tom yam. No. Yam basket. Yam ka. Fit. What? അങ്ങനെ പുള്ളി കുറേ എന്തൊക്കെയൊക്കെ പറഞ്ഞു, ഓർഡർ ചെയ്തു. അയാം ബാസ്ക്കറ്റ്, അയാം എന്ന് പറയുന്നത് ചിക്കനാണ്. അപ്പോൾ ചിക്കനെ ബേസ് ചെയ്തിട്ട് എന്തോ ആണ് പറഞ്ഞതെന്ന് മനസ്സിലായി. ഞാൻ പിന്നെ ഇങ്ങനെയൊന്ന് ജസ്റ്റ് മെനു ഇങ്ങനെ മറിച്ച് നോക്കി, എന്തൊക്കെയാണോ അതിൽ ഇംഗ്ലീഷിൽ എഴുതിയിട്ടുണ്ട്, സോ നമുക്ക് മനസ്സിലാവും. ഞാനിങ്ങനെ മറിച്ച് നോക്കി എന്തൊക്കെയാണ് നമ്മളിപ്പോൾ പറഞ്ഞേക്കുന്നത്. ലെമൺ സോസ് ചിക്കണും ബട്ടർ ചിക്കണും പിന്നെ ഒരു പ്രോൺസിൻ്റെ ഒരു ഡിഷ് കൂടി പറഞ്ഞിട്ടുണ്ട്. പ്രോൺസ് പട്ടായ അങ്ങനെ കണ്ടാണ് പേര് പറഞ്ഞത്. അത് ആക്ച്വലി അതിലൊരു ഗ്രീൻ കണ്ടൻ്റ് ഉണ്ട്, ഒരു സാധനം എന്താ എനിക്ക് കറക്റ്റ് അറിയില്ല. പിന്നെ ഇങ്ങനെ മറിച്ചപ്പോഴാണ് ഞാൻ കണ്ട്, എൻ്റെ പൊന്നെ തവള. നാട്ടിൽ തവള കഴിക്കാൻ പറ്റില്ല, അതുകൊണ്ട് ഇവിടെ വന്ന് തവള കഴിക്കാം. നല്ല ഡീപ്പ് ഫ്രൈ ഒക്കെ ചെയ്തിട്ടുള്ള തവള ഇറച്ചി ഒക്കെ ഉണ്ട്, കഴിക്കണവർക്ക് കഴിക്കാം കേട്ടോ. ഞാനതൊന്നും ഓർഡർ ചെയ്യുന്നില്ല, നമ്മൾ ചിക്കനിൽ നിൽക്കാം എന്ന് വിചാരിച്ചു. ഞാൻ ജസ്റ്റ് ഒന്ന് മെനു ഒക്കെ ഒന്ന് മറിച്ച് നോക്കി, എന്തൊക്കെ ഐറ്റംസ് ഒന്ന് കാണാം, നിങ്ങൾക്കും കാണാവുന്നതാണ്. പിന്നെ നമ്മൾ കുറച്ച് വെജീസ് പറഞ്ഞിട്ടുണ്ട്, ലൈക്ക് ഒരു സലാഡ് പോലെ. പിന്നെ എന്തെങ്കിലും കുടിക്കാൻ പറയണം. ഞാനൊരു ഗ്രീൻ ആപ്പിൾ ജ്യൂസ് പറഞ്ഞു. ചേട്ടനൊരു കരിക്ക പറഞ്ഞു, നല്ല ഫ്രഷ് കരിക്ക് കിട്ടും. സോ വേറെ എന്തെങ്കിലും വേണോ ചോദിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. എനിക്ക് വേറെ ഒന്നും കഴിക്കാനുള്ള ഗ്യാപ്പില്ല, കാരണം ഈ ഫുഡ് വേസ്റ്റ് ചെയ്യണത് പുള്ളിക്ക് ഇഷ്ടമല്ല, എനിക്കും ഒട്ടും ഇഷ്ടമല്ല. ആദ്യം കൊണ്ടുവന്ന ഫുഡ് കഴിച്ച് കഴിഞ്ഞ് നമുക്ക് ഗ്യാപ്പ് ഉണ്ടെങ്കിൽ എന്തെങ്കിലും പറയാം എന്ന് പറഞ്ഞ് സമാധാനിച്ച് ആദ്യത്തെ ഒരു 3-4 ഓർഡറെല്ലാം പറഞ്ഞ് നമ്മൾ നിർത്തി. ഇനി അത് വന്നു കഴിഞ്ഞ്
കഴിച്ച് കുറച്ച് കഴിഞ്ഞ് നമുക്ക് ഇനി വേണമെന്നുണ്ടെങ്കിൽ ഓർഡർ ചെയ്യാമെന്ന് പറഞ്ഞു. ഞങ്ങളങ്ങനെ ഫൈനലൈസ് ചെയ്തു കേട്ടോ ഓർഡർ. ബട്ടർ ചിക്കനും ലെമൺ സോസ് ചിക്കൻ, പിന്നെ പറഞ്ഞ പ്രോൺസിൻ്റെ ഒരു സാധനം കൂടെ പറഞ്ഞായിരുന്നു. അതിൻ്റെ പേര് എനിക്ക് കറക്റ്റ് കിട്ടിയില്ല, അതുകൊണ്ട് ഞാനിതിൽ കറക്റ്റ് കാണിച്ചിട്ടില്ല കേട്ടോ. സോ അപ്പം നമുക്കിവിടെ വന്ന് എല്ലാം ടേസ്റ്റ് ചെയ്ത് ഇഷ്ടപ്പെടണം എന്നുണ്ടാവില്ല. നമ്മൾ പൊതുവെ മലയാളീസിന് ആ ഒരു ടേസ്റ്റ് ആയിരിക്കില്ല ഇവിടെ. സോ നമുക്ക് പറ്റുന്ന സാധനങ്ങൾ പറഞ്ഞു. ഞാൻ അവസാനം ഡ്രിങ്കും ഫൈനലൈസ് ചെയ്തു. എനിക്കൊരു ഗ്രീൻ ആപ്പിൾ ജ്യൂസും പുള്ളിക്കൊരു കരിക്കും. ഇപ്പോൾ തൽക്കാലത്തേക്ക് ഇതിൽ നിർത്താമെന്ന് നമ്മൾ ഫൈനലൈസ് ചെയ്ത്. അത് കഴിഞ്ഞിട്ട് നോക്കാം. പിന്നെ കുറച്ച് നേരം കഴിഞ്ഞപ്പം ഓർഡർ വന്നു. നാസി എന്ന് പറഞ്ഞ ചോറ്, ഇതാണ് ഞാൻ പറഞ്ഞ ആ പ്രോൺസും ഒരു ഗ്രീൻ കളർ സംഭവമായിട്ട്. പിന്നെ നമ്മുടെ ലെമൺ ഗ്രാസ് ചിക്കനും ബട്ടർ ചിക്കൻ നൈസായിട്ട് ഞങ്ങൾ ക്യാൻസൽ ചെയ്തു. കാരണം ഇത് രണ്ടും കഴിയട്ടെ എന്നിട്ട് വേണമെങ്കിൽ പറയാമെന്ന് പറഞ്ഞു. കാരണം നമ്മൾ 2 പേർക്ക് അധികമൊന്നും എന്തായാലും കഴിക്കാൻ പറ്റില്ല. അപ്പോൾ മാക്സിമം കഴിക്കാൻ പറ്റുന്നത്ര കഴിക്കാം, ഗ്യാപ്പ് ഉണ്ടെങ്കിൽ നമുക്ക് വീണ്ടും ഓർഡർ ചെയ്യാം എന്ന് പറഞ്ഞ് ഈ 2 ഡിഷും, ഈ പ്രോൺസ്, ഈ ആക്ച്വലി ഗ്രീൻ നമ്മുടെ കിഡ്നിക്കൊക്കെ ഭയങ്കര നല്ലത്. അതായത് കിഡ്നിയെ പ്യൂരിഫൈ ചെയ്യാൻ കഴിക്കേണ്ട ഒരു സാധനമാണെന്നാണ് പറഞ്ഞത്. ഇതാണ് നമ്മൾ പറഞ്ഞ വെജ് സൈവർ എന്ന് പറയും നമ്മൾ ഇവിടെ മലായിൽ. ഈ ഡിപ്പ് നമ്മുടെ സ്പാനിഷ്, നമ്മുടെ ചീര. പിന്നെ ഇവിടെ സിമ്പിളായിട്ട് ബീറൊക്കെ ഓർഡർ ചെയ്ത് കഴിക്കാം കേട്ടോ. റെസ്റ്റോറൻ്റ് ആണെങ്കിൽ ബീറൊക്കെ ഇവിടെ അവൈലബിൾ ആണ്. ബീർ കഴിക്കുന്നവർക്ക് ബീർ കഴിക്കാം. ഫുഡ് ഇനി വേസ്റ്റ് ചെയ്യാൻ സമയമില്ലാത്തതുകൊണ്ട് ഫുഡ് കഴിച്ച് തുടങ്ങി. ആദ്യത്തെ ഞാൻ പ്രോൺസാണ് ട്രൈ ചെയ്ത്. പ്രോൺസും ഗ്രീൻ കളർ. ഇതെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ചെറിയ പുളിപ്പും മധുരവും അങ്ങനെയൊക്കെ ഒരു സോർ ടേസ്റ്റാണ്. സോ ആ ടേസ്റ്റ് ഇഷ്ടപ്പെടുന്നവർക്ക് ഇറ്റ്സ് എ നൈസ് ഫുഡ്. എനിക്കിഷ്ടമായി കേട്ടോ. ഞാനെല്ലാം ട്രൈ ചെയ്യുന്നൊരു വ്യക്തിയാണ്, ഇതുകൊണ്ട് എനിക്കത് ഭയങ്കര ഇഷ്ടമായി. പിന്നെ വെജീസൊക്കെ കഴിച്ച് പുള്ളി നമുക്ക് സെർവൊക്കെ ചെയ്ത് തന്നു. ചേട്ടൻ പിന്നെ ഫുഡ് വിളമ്പിത്തരാൻ ചെറുപ്പം മുതലേ ആൾക്ക് ഭയങ്കര ഇഷ്ടമാണ്. പുള്ളി ഒരു ഷെഫായതുകൊണ്ടാണെന്ന് അറിയില്ല, മറ്റുള്ളവരെ കഴിപ്പിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. എന്തായാലും ഞങ്ങൾ കഴിച്ചു തുടങ്ങി. അത്യാവശ്യം ഒരു സ്റ്റേജായി. അപ്പോൾ ഞങ്ങൾ വിചാരിച്ചു ഓക്കെ നമുക്കിത് കഴിക്കാൻ കഴിയും, അപ്പോൾ നമുക്കിനി ഒന്നും കൂടി പറയാമെന്ന് പറഞ്ഞിട്ട് സാട്ടെ പറഞ്ഞിട്ടുണ്ട്. ആക്ച്വലി അത് ഇവിടെ വന്ന് ട്രൈ ചെയ്യണമെന്ന് നമ്മൾ വരുമ്പോൾ തന്നെ അത് കണ്ടിട്ടാട്ടോ ആക്ച്വലി റെസ്റ്റോറൻറ്റിൽ കയറാൻ തന്നെ കാരണം. സാത്തേ അതൊന്നുമില്ല, ചിക്കൻ്റെ ഒരു സംഭവം അവരൊരു സോസിൽ മിക്സ് ചെയ്ത് അത് ഗ്രില്ല് ചെയ്ത് തരുന്നതാണ്. ഇതാണ് ഈ സാത്തേ, ഒരു സ്റ്റിക്കിൽ കുത്തി തരുന്നു. അതിനോടൊപ്പം ഒരു സോസ് ഉണ്ട്. അപ്പം ഞാൻ വന്ന വഴി എനിക്കത് ട്രൈ ചെയ്യാനുള്ളൊരു ക്യൂരിയോസിറ്റി കൊണ്ട് കിട്ടിയ പാടെ എടുത്ത് ആ സോസിലങ്ങോട്ട് മുക്കി നല്ലോണം കറക്കിയൊക്കെ എടുത്ത് എല്ലാ ഭാഗത്തും സോസൊക്കെ എത്തിച്ച് അടിപൊളി. കാണുമ്പോൾ തന്നെ നല്ല ഫീലൊക്കെ ഉണ്ട് കേട്ടോ. നമ്മുടെ ഒരു കബാബ് ഫ്രൈയൊക്കെ കഴിച്ചു നോക്കി ഞാൻ കേട്ടോ. ചോദ്യം കേട്ട് വേറെ ഒന്നും വിചാരിക്കേണ്ട, ചിക്കൻ തന്നെയായിരുന്നു കേട്ടോ. അത് വേറെ ഒന്നുമല്ല, ഞാൻ ചോദിക്കാൻ കാരണം അതിൻ്റെ ഒരു ടേസ്റ്റ്, ഇതൊരു സ്വീറ്റ്ലി ഫീലായിരുന്നു എനിക്ക് കൂടുതൽ ചെയ്തത്. ഒരു നല്ല മധുരവും ചെറിയൊരു ഉപ്പും ചെറിയൊരു എരിവും ആ സോസിൻ്റെയൊക്കെ ആവാം. എന്തായാലും കൊള്ളാം, എനിക്കിഷ്ടമായ സാധനം. നമുക്ക് ഈ വെറുതെ ഒരു സൈഡ് ഡിഷായിട്ടൊക്കെ അത് സിമ്പിളായിട്ട് പോകും. പിന്നെ ഒന്നും നോക്കിയില്ല, ഇനി അധികം സമയം കളയാനില്ല, ഫുഡ് കഴിച്ചു. കാരണം ചൂടാറി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ കഴിക്കാൻ സുഖം ഉണ്ടാവില്ല. സോ ഫുഡ് കഴിച്ചു, വേഗം തീർക്കാമെന്ന് വെച്ചു. നല്ല പ്രോൺസും എല്ലാം കൂട്ടി നല്ല അടിയായിരുന്നു. ഇവിടെ വന്നു കഴിഞ്ഞാൽ ഇങ്ങനത്തുള്ള ഡിഷസൊക്കെ ട്രൈ ചെയ്യണമെന്നാണ് ഞാൻ പറയുള്ളൂ. $129 റിംഗിറ്റാണ് നമുക്ക് ആയത് ടോട്ടൽ ബില്ല്. Thank you very much. Thank you. ഞങ്ങളങ്ങനെ ബൈ ബൈ ഒക്കെ പറഞ്ഞ് ഇറങ്ങി. അടുത്ത വീഡിയോസൊക്കെ ആയിട്ട് വീണ്ടും ഉടനെ വരുന്നതായിരിക്കും. സോ സ്റ്റേ ട്യൂൺഡ്. ബൈ.